ഓക്കെ ഓക്കെ ഗൈസ്, ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഹൈദരാബാദി ബിരിയാണി. സോ ഐ വിൽ ടെൽ യു ഹൗ ടു പ്രിപ്പയർ ഹൈദരാബാദി ബിരിയാണി ടുഡേ. ആൻഡ് ഞങ്ങളിപ്പോൾ ഉള്ളത് ദുബായിലാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ദുബായിലാണ്, താമസിക്കുന്നത് ഷാർജയിലാണ്. ഇപ്പോൾ ഇവിടെയും ലോക്ക്ഡൗൺ ആണ്. സോ ഈ ലോക്ക്ഡൗണിൽ ഞങ്ങൾ ഒരു സ്പെഷ്യൽ ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ തുടങ്ങാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടാവുമല്ലോ. എൻ്റെ വൈഫാണ് ഷൂട്ട് ചെയ്യണത്. ഓക്കെ, അവൾ ചോദിക്കുകയാണ് എന്തിനീ തലക്കെട്ടെല്ലാം. നമ്മുടെ നാട്ടിൽ ആണുങ്ങളൊക്കെ കുക്ക് ചെയ്യുമ്പോൾ നാടൻ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെ തലക്കെട്ടിട്ടുള്ളത്. എല്ലാവർക്കും അറിയണ കാര്യമല്ലേ, ഇവന്മാർക്ക് എന്തെല്ലാം അറിയുമോ. അപ്പോൾ ഞാൻ ഒരുവിധ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സബോള മാത്രം റെഡിയാക്കിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് മാഗ്നേറ്റ് ചെയ്തിട്ട് ഒരു 2 hours എങ്കിലും ചിക്കൻ വെക്കണം, എന്നാലാണ് ഇത് സെറ്റ് ആവും മസാല. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് എല്ലാം മിക്സ് ചെയ്ത് മസാല മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് സബോള കട്ട് ചെയ്തിട്ട് പൊരിച്ചിടണം. അതാണ് ഇതിലുള്ള വരുന്നത്. ഓക്കെ, സോ വിൽ ഗോ ഫോർ. ഈ കാണുന്നത് എൻ്റെ ബാൽക്കണിയിലെ ലുക്കാണ്. ഞങ്ങളിവിടെ ഷാർജയിലാണ് താമസിക്കുന്നത്. ഷാർജ ഏരിയയിലാണ് താമസിക്കുന്നത്. ഇവിടെ പാർക്കിംഗ് എല്ലാം നല്ല പാർക്കിംഗാണ്. നമുക്ക് ഏത് നിമിഷം നോക്കിയാൽ പാർക്കിംഗ് എല്ലാം കിട്ടും. അതുകൊണ്ട് ആ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് ഞങ്ങളുടെ ബാൽക്കണിയാണ്. ഓക്കെ, ഇനി കിച്ചണിൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് നമ്മളൊരു ഫ്രണ്ടാണ്, ബീറ്റയാണ്. ഇത് ബീറ്റയിൽ ബീറ്റ കോയി ഫിഷ് എന്നാണ് ഇതിന് പറയുന്നത്. ആൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇവിടെ കേട്ടോ, ഇത് കോയി ഫിഷ് എന്ന് വിളിക്കുന്നത്. ഈ ബീറ്റനെ എന്താണെന്ന് വെച്ചാൽ കോയി ഫിഷിൻ്റെ പുറമെയുള്ള കളേഴ്സും കാരണമൊക്കെയാണ് അതിനെ കോയി ഫിഷ് എന്ന് വിളിക്കുന്നത് ബീറ്റയിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റായിട്ട് ചിക്കൻ ഉള്ളത്. ഇത് അറൗണ്ട് 1 kg ചിക്കൻ ഉള്ളത്. ആൻഡ് മല്ലിയില, ഇത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം അരച്ച് വെച്ചേക്കാണ്. പിന്നെ ഇത് പൊട്ടാറ്റോ ഇടാറുണ്ട്, ചില ആൾക്കാർ ഇടില്ല, പക്ഷേ എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇടുന്നത്. പിന്നെ ഈ ഇരിക്കുന്നത് കർമൂസില്ല, നമ്മൾ പപ്പായ, അത് ഇട്ട് കഴിഞ്ഞാൽ ചിക്കനും ഇതെല്ലാം നല്ല സോഫ്റ്റ് ആവും. പ്രത്യേകിച്ച് മട്ടൺ ബീഫൊക്കെ വെക്കുമ്പോൾ ഈ പപ്പായ ഇട്ട് കഴിഞ്ഞാൽ, അരച്ചിട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആവും. പിന്നെ ഇതെല്ലാം ഗാർണിഷിന് വേണ്ടി വെച്ചിട്ടുള്ള ടൊമാറ്റോ ബിരിയാണിൻ്റെ മേലെ ഇടാൻ വേണ്ടി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇൻഗ്രീഡിയൻസ്. ഞാൻ യൂസ് ചെയ്യുന്നത് മസാല വന്നിട്ട് ഷാൻ്റെ മസാലയാണ് യൂസ് ചെയ്യുന്നത്. അത് ചിക്കനാണ്, പക്ഷേ മട്ടൺ ബിരിയാണിയുടെ മസാല യൂസ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ അതിൻ്റെ ഒരു ഫ്ലേവറും വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ടേസ്റ്റിൽ റിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. പിന്നെ കേടും യൂസ് ചെയ്യുന്നുണ്ട്. കേട് വന്നിട്ട് മർമ്മൻ്റെ കേടാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് മാഗ്നേറ്റ് ചെയ്യാം. മസാല എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം ഷാൻ്റെ മസാല ഇടാം. ഇതെല്ലാം ആവശ്യക്കണക്കിന് നോക്കിയിട്ട് വേണം ഇടാം. ഓക്കെ, ഷാൻ്റെ മസാല ഇട്ടു. ഇത് ഇടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറുകപ്പെട്ട ഇതൊന്നും മേടിച്ചിട്ടുണ്ട്. ഇതിലെല്ലാം ഉണ്ടാവും. ഒന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് വന്നിട്ട് ഇത് കണ്ടില്ലേ, ഏലക്കായ, ഇത് പിന്നെ അതർ സ്പൈസസ്, ഇങ്ങനെ ഏലക്കായ, ഗ്രാമ്പൂ, പെപ്പർ, ഇതെല്ലാം ഇതിൽ വരും. അതാണ് ഇതിൻ്റെ ഒരു ഇതിന് മസാല ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ മസാല ഇട്ടു. പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടി ഇടാണ്. എന്ത് മസാല ഇട്ടാലും മുളക് പൊടി തന്നെ വേണം, അല്ലേ? അത് പറഞ്ഞാൽ ശരിയല്ല. എന്ത് മസാല നമ്മൾ ഇട്ടാലും മുളക് പൊടി വേണം. പിന്നെ അതുപോലെ മഞ്ഞൾ എന്ന് പറഞ്ഞാൽ ഇതാണ് നല്ല നാട്ടിൽ നിന്ന് പറഞ്ഞ മഞ്ഞളുണ്ടാകും. പച്ചമഞ്ഞൾ മേടിച്ച് ഉണക്കി പൊടിച്ച് കൊടുക്കുന്ന മഞ്ഞളാണ്. മഞ്ഞൾ നമ്മൾ
മഞ്ഞളിട്ട് ഇതിലേക്ക് നോക്ക് എന്താണ് ആ കളർഫുൾ കണ്ടില്ല. ഇതാണ് ഇനി നമ്മളിട്ടതിൽ കുറച്ച് ഇല പട്ട ഇത് കുറച്ച് കുറവാണ്, അതുകൊണ്ട് നമ്മൾ കുറച്ചിട്ടു. അതുപോലെ ഇതെല്ലാം ഒന്ന് പൊടിച്ചിട്ടു. വൈഫ് ഇപ്പം നോക്കണം, ഞാനെല്ലാം ഇങ്ങനെ പറ്റി വെക്കുന്ന നടക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ എല്ലാം എടുത്തു തന്നെ എടുത്തു വെക്കുകയാണ്. അതാണ് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് മിക്സിംഗ് ആണ്. മിക്സിങ്ങിൽ നമ്മൾ ഇത് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് വെച്ചു. ഇത് കുറച്ച് ബാക്കി വെച്ചിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് എരി കൂടാണ്ടിരിക്കാൻ പിള്ളേരുകളാണ് കർമൂസ് ഇട്ടു. ഓക്കെ, ഇത് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പം നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ പറ്റത്തില്ല. ഇനി കുറച്ച് മല്ലിയില എടുത്തു, മല്ലിയില ഇട്ടു. ഓക്കെ, ഇനി കുറച്ച് ഉപ്പാവും. ഉപ്പ് കൂടാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ആദ്യം കയ്യിൽ ഇട്ടു. ഓക്കെ, ഇനി നമുക്ക് തൈര് എടുക്കാം. തൈര് ആവശ്യത്തിനുണ്ട്, കണക്കും കാര്യങ്ങളൊന്നും നമുക്കറിയാം, നമുക്കൊക്കെ ഒരു ഇത് വെച്ചിട്ടല്ല നമ്മൾ ചെയ്യും. ഓക്കെ, തൈര് നന്നായി തുടച്ചെടുക്കാം. നോക്കണ്ട, ഇത് തീർന്നു, പക്ഷെ പുതിയത് വേറെ ഉണ്ടോ അവിടെ, ആരും പേടിക്കണ്ട. നമ്മൾ തൈര് എടുത്തു. ഇനി നമ്മൾ കൈയൊക്കെ ഓൾറെഡി വാഷ് ചെയ്തതാണ്, അവിടെ നിങ്ങളാരും പേടിക്കണ്ട. നമ്മളിത് മിക്സ് ചെയ്യാം. ഇവരണ്ട് മിക്സ് ചെയ്ത് നന്നായി കുഴച്ചെടുക്കും. നന്നായി കുഴക്കാൻ നന്നായി കുഴച്ചെടുക്കും. നിങ്ങൾ നന്നായി മിക്സ് ചെയ്തെടുക്കണം, നന്നായി എല്ലായിടത്തും മസാല എത്തണം. ഓക്കെ, ഇതിൽ എനിക്ക് മനസ്സിലായത് പൊടി കുറവാണ്. ഓക്കെ, പിന്നെ തൈര് കുറവുണ്ട്. ഹൈദരാബാദി ബിരിയാണി എന്ന് പറയുമ്പോൾ തൈരാണ് അതിൻ്റെ മെയിൻ സാധനം. ഓക്കെ, ഇതെനിക്ക് ഇതിൽ നിന്ന് കണ്ടപ്പോൾ മനസ്സിലാകും. അതിൻ്റെ കളറ് നല്ല കളറായി വരും. ആ തൈര് കുറച്ച് എക്സ്ട്രാ ആയിട്ട് കിടക്കണം, എന്നാണ് നമുക്ക് ഗ്രേവി മസാല പോലെ ബിരിയാണി ഉണ്ടാവും. കാരണം ഇത് കുക്കാവുന്നതും ബിരിയാണി വെച്ചിട്ടുണ്ടാവും, അല്ലാണ്ട് നമ്മൾ സെപ്പറേറ്റ് കുക്ക് ചെയ്തിട്ട് ഇതാക്കിയെടുക്കണം. ഇതിൻ്റെ പ്രത്യേകതയാണ് ചിക്കനും ദമ്മാണ്, റൈസും ദമ്മായിട്ട് വരും. കട്ടി നമ്മൾ മിക്സിങ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് എടുത്തിട്ട് മിക്സ് ചെയ്ത ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്ത ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു 2 hours ഫ്രീസറിൽ വെക്കണം. അപ്പോൾ പെട്ടെന്ന് ഒന്ന് സെറ്റാവും. അപ്പോൾ നമ്മളത് ഫ്രീസറിൽ വെച്ചു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഓണിയൻ കട്ട് ചെയ്യണം, അത് പൊരിച്ചെടുക്കണം. അത് ഇതിലാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ പൊരിച്ചെടുത്തതിന് ശേഷം ബാക്കിയെല്ലാം പിന്നെ അരി കുക്ക് ചെയ്യണം, ഇതെല്ലാം ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ബി വിത്ത് മീ, വി വിൽ കം ബാക്ക്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇനി വെള്ളം വെച്ചു,
നമുക്ക് ചോറ് വെച്ചെടുക്കണം. അതിലേക്ക് നമുക്ക് കറുകപ്പട്ട അതേലാട്ട് ഓക്കെ ഇതിലാട്ട് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് കുറച്ച് നമ്മൾ കുറച്ച് മല്ലിയില ഇട്ടു. മല്ലിയില ഇടുന്ന സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞത് ഇതാണ് ഞങ്ങൾ പിയ്യാത്തു. ഞങ്ങൾ പിയ്യാത്തുമാണ്. പിയ്യാത്തുവിന് ഏറ്റവും ഇഷ്ടം എന്താണ്? ബിരിയാണിയില്ല. ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. കാണിച്ച ഇങ്ങനെ ഇതിലേക്ക് ക്യാമറയിൽ നോക്ക്, ഇതാണ് പിയ്യാത്തു. അപ്പൊ ഇത് ഞങ്ങൾ അടുത്ത മോളാണ്. ഇത് അയച്ചു. ഇതിന് പൊക്കാൻ പറ്റില്ല. ഇത് 40-40 കിലോ അയച്ചിട്ട് ഏറ്റവും ഇഷ്ടം അതെ. അയച്ചു. അങ്ങനെ ഇത് വെച്ചു. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് എണ്ണ വെച്ചിട്ടുണ്ട്. നമുക്ക് ഉള്ളി പൊരിച്ചെടുക്കണം. അപ്പോൾ ഉള്ളി പൊരിച്ചെടുക്കാം. ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിരിക്കട്ടാണ്. എണ്ണ നന്നായി ചൂടാണ്. കുറച്ച് ഓയിൽ ഒഴിച്ചു. ഓക്കെ. പിന്നെ നമ്മളിപ്പോൾ റോസ്റ്റ് ചെയ്ത ഓണിയൻ ഇതിലിട്ടു. കുറച്ച് ഞാൻ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ചിട്ടു. ഓക്കെ. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യാം. നമ്മൾ ഇത് കയ്യിലെടുക്കും. എണ്ണ കുറച്ച് ചൂടുണ്ട്. ഞാൻ ഉള്ളി എടുത്ത എണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചത്. അതുകൊണ്ടാണ് ഞാൻ കൈ യൂസ് ചെയ്യാത്തത്. 2 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചൂടൊന്നും ഇതായില്ല. ഓക്കെ. എല്ലാം കഴിഞ്ഞു. നമ്മൾ ഉള്ളി മിക്സ് ചെയ്തു. ഓക്കെ. അതിനൊപ്പം പൊട്ടാറ്റോ ഇട്ടു. എനിക്ക് ബിരിയാണിയിൽ പൊട്ടാറ്റോ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ആരും മറ്റേ അണ്ടിപ്പരിപ്പും കാഷ്യൂനട്ടും മുന്തിരി കിസ്മിസ് അതൊന്നും ഞങ്ങൾ ഇടാറില്ല. അതുകൊണ്ട് ഇടുന്നവർക്ക് ഇടാം. പക്ഷെ അത് ഇവിടെ അല്ല ഇടുന്നത്. നമ്മൾ ഫസ്റ്റ് ലാസ്റ്റ് ഇടണം. ഓക്കെ. അപ്പോൾ ഇത് റെഡിയായി. ഇനി നമുക്ക് റൈസ് റെഡി ആവണം. അതൊരു നോക്കാം. നമ്മളിത് എപ്പോഴും വെള്ളം തിളപ്പിക്കാം. നമ്മൾ കറിഞ്ഞടിക്കുന്നത് 2 ടീസ്പൂൺ ഓയിൽ എപ്പോഴും ഒഴിച്ചു കൊടുക്കും. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അരി പിടിക്കുന്നത് തമ്മിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എപ്പോഴും ഒഴിച്ചു കൊടുക്കുന്നതല്ല. ചിലർ നാരങ്ങ പിഴിയാം. നമ്മളതിലും നാരങ്ങ ഉണ്ട്. കട്ടി വെൽക്കം ബാക്ക്. അരിയെല്ലാം ആയി. ഞാൻ ഓഫ് ചെയ്തു. ഇതിന് 3 ലെയറായിട്ട് നമ്മൾക്ക് ശരിക്കും ഊറ്റിയെടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിനുള്ള സെറ്റപ്പ് കൂടി ഇല്ല. അപ്പോൾ വി വിൽ ഡു 1 ടൈം. ഓക്കെ. വരി സൂക്ഷിച്ചെടുക്കണം. കയ്യൊന്നും ഇതാവരുത്. സൂക്ഷിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നല്ല തെറ്റുക. ദിസ് ഈസ് ദ ഈസിയസ്റ്റ് വേ വിച്ച് ഐ തിങ്ക്. ഓക്കെ. ഓക്കെ. വീണ്ടും നമ്മൾ വീണ്ടും ഇതെടുത്തിട്ട് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് തുറന്നിട്ട് കൊടുക്കും. അങ്ങനെ അരി നമ്മൾ ഊറ്റി കഴിഞ്ഞു. അരി ഊറ്റുന്ന പരിപാടി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഉള്ളത് നമുക്ക് മസാല ദം ഇടണം. ഓക്കെ. അപ്പോൾ ഇതിൽ ഇത്രയും ചോറുണ്ട്. നമ്മൾ ദം ഇടാൻ പോണത് ഈ ചെമ്പിലാണ്. ഓക്കെ. എല്ലാം ഓഫാണ്. ഓക്കെ. നമ്മൾ മിക്സിയിൽ വെച്ച് നമ്മളെ മസാല നമ്മൾ നേരെ ഇതിലിട്ടു. ദമ്മിൻ്റെ ഫസ്റ്റ് ഇത് ഹൈദരാബാദ് ബിരിയാണിയുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയണമല്ലോ. അതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ബിരിയാണിയാണ് ബെസ്റ്റ്. വേറെ എന്തെങ്കിലും ഉണ്ടോ ബിരിയാണിനായിട്ട് ഇത്രയും സ്വാദുള്ള സംഭവം?
ബിരിയാണി ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ ദമ്മ് പൊട്ടിച്ച് കഴിയും. പിന്നെ പിറ്റേ ദിവസം രാവിലെ എനിക്ക് ചൂടാക്കി ബിരിയാണി രാവിലെ, അതൊരു പ്രത്യേക ടേസ്റ്റുള്ള ബിരിയാണി. ഓക്കെ, നമ്മൾ മസാല എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടു. ഓക്കെ, എല്ലാം ഇതിൽ വേവുന്നതിൽ ഒന്ന് ഇതാക്കിയിട്ടു. ഓക്കെ, ദിസ് ഈസ് അവർ ബിരിയാണി, ദിസ് ഈസ് അവർ ദം. ഓക്കെ, ദം പരിപാടി കഴിഞ്ഞു. ദം പരിപാടി കഴിഞ്ഞ് നമുക്ക് റൈസും കൂടി ഇടണം. ഇപ്പോൾ ഇത് ഇട്ടു, മല്ലിയില ഇട്ടു. ഓക്കെ, നല്ല സന്തോഷമായി. കുറച്ച് ഫ്രൈഡ് ഓണിയൻ ഞാൻ ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തു. ഓക്കെ, നോക്കി അവിടെ കിടപ്പം നോക്കി എന്താ സംഭവം. ഇനി നമുക്ക് റൈസ് ഇടാം. ഓക്കെ, റൈസ് ഇടാം. ഞാൻ ഒറ്റ ലെയറിലെല്ലാം ചെയ്യണത്. ഓക്കെ, അതുപോലെ ഒറ്റ ലെയറിലാണ് ചെയ്യണത്. സാധാരണ 3 ലെയറിൽ ഊറ്റിയെടുക്കും. എന്ന് വെച്ചാൽ 3 ലെവൽ ഓഫ് കുക്ക്ഡ് റൈസ് വരും. ഓക്കെ, ഇത് മാറ്റി വെച്ചു. കട്ട് ചെയ്തു. കളറിടാനുള്ള പരിപാടിയാണ്. മഞ്ഞൾപ്പൊടിയും പാലും മിക്സ് ചെയ്തിട്ട് ഞങ്ങൾ മിക്സ് ചെയ്യണം. ഓക്കെ, ഇതാണ് എൻ്റെ കളറ്. I'm not using any other artificial colors here. So this is what. ഞാൻ കുറച്ച് റോസ് വാട്ടർ ഒഴിക്കുന്നു. ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോ. ഓക്കെ, ഇനി മല്ലിയില. മല്ലിയില പുതിനയില നമുക്കധികം യൂസ് ഇല്ല, എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനിത് ഇങ്ങനെ വെക്കത്തുള്ളൂ. ദമ്മ് പൊട്ടിക്കുന്ന സമയത്ത് ഞാനത് എടുത്ത് കളയുകയും ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ദമ്മിടാം. ദമ്മിടുന്നതിന് മുമ്പ് എനിക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ തീ ഫസ്റ്റിന് ഇപ്പോൾ കത്തിക്കാം. ഫസ്റ്റത്തെ തീ ഫുൾ ഫ്ലെയിമിൽ ഫസ്റ്റ് 5 മിനിറ്റ്. ഓക്കെ, ഫസ്റ്റ് 5 മിനിറ്റ്. ഇപ്പോൾ 40. ഓക്കെ, 5 മിനിറ്റ് നമുക്ക് ഫുൾ ഫ്ലെയിമിലിടണം. ഇനി ദം ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോയിൽ പേപ്പർ എടുക്കാം. ഫോയിൽ പേപ്പർ എടുത്ത് ഏകദേശം ഒരു വെച്ചിട്ട് കട്ട് ചെയ്യും. കട്ട് ചെയ്ത് പിന്നെ എന്തെങ്കിലും ഇടാനുണ്ടോ എന്നുള്ള ഒന്നുകൂടി ഓർക്കുക.
ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇങ്ങനെ എടുത്ത് മാറ്റാം നമുക്ക്. ഓക്കെ, തക്കാളിയൊക്കെ അവിടെ കിടന്നു. ഹാഫ് ആൻ അവറിൽ സാധനം ദമ്മ റെഡി ആയി. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അരി പതുക്കെ മാറ്റിയിട്ട് കണ്ട അരി ഇങ്ങനെ വിട്ട് കിടക്കും. ഇതാണ് നമ്മളെ ബിരിയാണി. ഓക്കെ, ഇറച്ചി വന്നു. പൊട്ടാറ്റോ കണ്ട പ്രസ് ചെയ്തിൽ നിന്ന് പൊട്ടാറ്റോ എല്ലാം ആയിട്ടുണ്ട്. ബിരിയാണി ഓക്കെ, ബിരിയാണി ആയിട്ടുണ്ട്. നമ്മൾ ചിക്കനിലേക്ക് എടുക്കും. ചിക്കനൊക്കെ സൂപ്പറായിട്ടുണ്ട്. കണ്ടോ, എല്ലാം പൊട്ടി. അയ്യോ, അങ്ങനെ നമ്മുടെ ബിരിയാണി പ്ലേറ്റിലായിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മളെ 2 ഗസ്റ്റുകളുണ്ട്, ഇഫും ഐഷും. രണ്ടാളും കൂടി കഴിച്ച് തുടങ്ങാൻ പോവാണ്. സ്റ്റാർട്ട് ചെയ്തോ? ഓക്കെ, കഴിച്ചോ നോക്കിയാൽ ഇത് എടുത്ത് കഴിക്കുക. ഇവിടെ ഇങ്ങനെ കഴിച്ചോ. വീനിഷയാ? ഇതെന്ത് ബിരിയാണിയാ? ഹൈദരാബാദി ബിരിയാണി പറഞ്ഞ എന്ത് ഫീവറ്? ആ, ഈ കഴിച്ചോട്ടാ. ഓക്കെ, ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഓക്കെ, ചോറെടുത്തു. പൊട്ടാറ്റോ ഉണ്ടല്ലോ, എന്താ വെന്ത് അത് ഞാൻ പറഞ്ഞു. സെപ്പറേറ്റ് ഇട്ട് അപ്പം ഇട്ടാൽ മതി. പൊട്ടാറ്റോ വെന്തു. ഇനി കഴിച്ചോക്കാം. എന്നിട്ട് കുറച്ച് ഇതെടുക്കാം. ഞാൻ ചമ്മന്തി ഉണ്ടാക്കി. പിന്നെ ഞങ്ങളവിടെ ഇതിന് കച്ചമ്പറെന്നാ പറയാം. കച്ചമ്പറാക്കി അതിന് വെള്ളം വരും. കുറച്ചെടുത്തു. കുറച്ച് ചിക്കനായാലും ചിക്കൻ എടുത്തു. ചിക്കൻ കണ്ടില്ല, നല്ല സ്മൂത്തായിരുന്നു. നമുക്ക് തൊട്ടാൽ മതി. അല്ല, ആ മസാല കഴിച്ച് ഇറങ്ങി പിടിച്ച് ചോറിൻ്റെ മസാല ഇരിക്കുന്നുണ്ട്. എല്ലാം സൂപ്പറായിട്ട്. വൈഫ് ബാക്കിൽ ഫോൺ പിടിച്ചിരിക്കുന്നു. നല്ല ഇത് നിർത്താൻ പറ്റുള്ളൂ. ഒരു വാരം ബാറ്റ. എന്തോ എനിക്ക് എൻ്റെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത പോലെ ഇത് അടിപൊളിയായിട്ട് ഫാമിലി ഒരുമിച്ച് നമുക്ക് കഴിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും കൊറോണയിൽ നിന്ന് സ്റ്റേ അവേ. ഓക്കെ, ടേക്ക് ഓൾ ദ പ്രിക്കോഷൻസ് ആൻഡ് pray to God for everything. Good luck.